ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവയമരെ മിനിസ്ട്രി ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. 1 കൊറിന്ത്യർ 14:22. ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വചനം ആത്മാവിനെ കുറിച്ചാണ്. ഈ ആത്മാവിനെ കുറിച്ച് ഇത് പറയുന്നതിനുള്ള ഒരു കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന മേഖലകളിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ശുശ്രൂഷകരിലോ ശുശ്രൂഷാ മേഖലകളിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കൽ പോലും കോലാഹലത്തിൻ്റെ ആത്മാവല്ല. അതൊരിക്കലും ബഹളം വെക്കുന്നതല്ല. പിശാചുകളുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ പിശാചുകളുടെ സാന്നിധ്യമുള്ള വ്യക്തികളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രേരണകളുള്ള വ്യക്തികളിൽ പോലും ആണെങ്കിൽ പോലും ആ ആത്മാവിന്റെ പ്രവർത്തനം യഥാർത്ഥമായുള്ള മനുഷ്യൻ അവന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ സൈലന്റായി പോകും. ദൈവത്തിന്റെ നാമത്തിൽ അവൻ മനസ്സിൽ പോലും അവനെ ബന്ധിച്ചാൽ അവൻ ബന്ധിക്കപ്പെട്ടു പോകും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥമായ ആത്മാവ് വഹിക്കുന്ന വ്യക്തികളുടെ സ്പർശനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നോട്ടങ്ങൾ, അവരുടെ സാന്നിധ്യങ്ങൾ, സാമീപ്യങ്ങൾ, ഇതൊക്കെ മറ്റൊരാത്മാവിനെ അസ്വസ്ഥതപ്പെടുത്തും. അതുപോലെ ദൈവിക ആത്മാവ് വസിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം ആ ആത്മാവിൽ നിയന്ത്രിതമായിരിക്കും. ആ ആത്മാവ് എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണ്ട എന്ന് വ്യക്തത ഉണ്ടായിരിക്കും. ആ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്നതോ മറ്റൊരാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതോ ആയിരിക്കില്ല. ആ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ അവഹേളിക്കുന്ന രീതിയിലോ കടന്നു വരികയില്ല. ആ ആത്മാവ് യഥാർത്ഥമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വേറൊരു ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിന് നിഷ്ഫലമായിരിക്കും. അപ്പൊ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനുഷ്യന് തിരിച്ചറിവില്ലെങ്കിൽ അത് വലിയ ഒരു ദോഷമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം ഇനി ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം കാണിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ പിശാച് ഇങ്ങനെ വഴിമുഴുവൻ ഇഴഞ്ഞു നടക്കുക, എല്ലാവരിലും പ്രവർത്തിച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത്. ചില വ്യക്തികളിൽ, ചില മേഖലകളിൽ ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള സത്യമാണ്. പക്ഷേ യഥാർത്ഥമായ ആത്മാവ് നിക്ഷേപിച്ച മനുഷ്യന്റെ സാമീപ്യവും സന്ദർശനവും പ്രാർത്ഥനയും അവനെ നിയന്ത്രിച്ചിരിക്കും. അവൻ ഒരിക്കലും ശല്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ആത്മാവിന്റെ ശക്തിയുടെ മുമ്പിൽ അവന് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിക്ഷേപിച്ച വ്യക്തികൾ ഉണ്ടെങ്കിൽ, യഥാർത്ഥ ആത്മാവാണെങ്കിൽ ആ ആത്മാവ് ആ വ്യക്തിയിൽ നിയന്ത്രിതമായിരിക്കും എപ്പോഴും. ആ വ്യക്തി എപ്പോൾ അത് നിർത്തണം, ആ ഭാഷാപരത്തിലുള്ള ഒരു സ്തുതിപ്പോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു മറുഭാഷയോ എന്താണെങ്കിലും, ഒരു സന്ദേശം പോലും ആണെങ്കിൽ അത് എപ്പോൾ നിർത്തണം, എപ്പോൾ തുടങ്ങണം, എപ്പോൾ പറയണമെന്ന് ഈ വ്യക്തിയിൽ നിയന്ത്രിതമായിരിക്കും. അത്രയ്ക്ക് ഭംഗിയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുകയും അലൗസരപ്പെടുത്തുകയും അസ്വസ്ഥമാക്കുന്നതുമായ പ്രവർത്തികൾ പ്രവർത്തിക്കുന്നതല്ല ദൈവാത്മാവ്. മറിച്ച് അങ്ങനെയുള്ള പ്രവർത്തികൾ എവിടെ കണ്ടാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആത്മാവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടായിരിക്കണം. അതാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. ഈ വചനം എടുത്ത് വായിച്ചു നോക്കുന്ന എല്ലാ വ്യക്തികൾക്കും അത് മനസ്സിലാവും. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന മനുഷ്യർ, പ്രവാചകർ, ഇവരിലൊക്കെ അത് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, ആ ആത്മാവ് കോലാഹലത്തിന്റെ ആത്മാവോ ബഹളത്തിന്റെ ആത്മാവോ ആയിരിക്കില്ല. അതെപ്പോഴും ദൈവത്തിൽ അലങ്കൃതമായി ദൈവത്തിന്റെ ആത്മാവാണ്. അത് മനുഷ്യന്റെ അതൃപ്തിക്ക് വേണ്ടി കടന്നു വരുന്നതല്ല, മനുഷ്യന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കടന്നു വരുന്നതാണ്. ആ ആത്മാവിന്റെ പ്രവർത്തനം നടക്കുന്ന മേഖലകളിൽ പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനമില്ല. അപ്പോൾ നമ്മൾ ഒരു ശുശ്രൂഷാ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒക്കെ ഇങ്ങനെ എഴയുന്ന ഒത്തിരി ആത്മാക്കളെ കാണുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല. കാരണം യഥാർത്ഥ ആത്മാവ് പ്രവർത്തിക്കുന്നോർത്ത്, യഥാർത്ഥ ആത്മാവിന്റെ സാമീപ്യമുള്ളോർത്ത്, യഥാർത്ഥ ആത്മാവിന്റെ കൃപ നിക്ഷേപിച്ച വ്യക്തികളുള്ളോർത്ത് അവരുടെ മുന്നിലേക്ക് ഈ സാധനം ബഹളം വെച്ചുകൊണ്ട് ചാടുന്നതിനൊരു പരിമിതിയുണ്ട്. അതിശക്തമായിട്ട് 1-2 വിഷയങ്ങളൊക്കെ അവൻ കാണിക്കാം. അത് കഴിയുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൻ നിഷ്ഫലനായി പോകും. അതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിന്റെ യഥാർത്ഥ ആത്മാവ് ഉള്ള വ്യക്തികൾ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുകയില്ല, തെറ്റായ വാക്കുകൾ പറയുകയില്ല, മറ്റൊരാൾക്ക് മുറിവുന്ന കാര്യങ്ങൾ പറയുകയില്ല, മറ്റൊരാൾക്ക് അതൃപ്തി ജനിപ്പിക്കുന്നത് പറയില്ല, മറ്റൊരാൾക്ക് നാശമുണ്ടാകുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയില്ല. കാരണം പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം വിശുദ്ധിയും പ്രേരണയും ശക്തിയും ഒക്കെ ഉണ്ട് എന്ന് യഥാർത്ഥ ആത്മാവുള്ള മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും. പറയുന്ന വ്യക്തിക്ക് അതിലൂടെ പാപസാഹചര്യം ഉണ്ടാവില്ലെന്നോ അവന് നാശം വരികയില്ലെന്നോ ഉറപ്പ് ഈ വ്യക്തിക്ക് ആത്മാവിൽ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ആ വ്യക്തിയോട് പറയേണ്ട എല്ലാ കാര്യവും തുറന്നു പറയുള്ളൂ. ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില നാശങ്ങൾ, ചില തകർച്ചകൾ, ചില രോഗാവസ്ഥകളൊക്കെ കണ്ടാൽ അത് പറഞ്ഞാൽ ആ മനുഷ്യൻ ചിലപ്പോൾ നശിച്ചു പോകാൻ കാരണമാകും. കാരണം എന്തെന്ന് വെച്ചാൽ
അവനിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ യഥാർത്ഥ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ടും ദൈവത്തിന്റെ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടും അവന്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് അവനോട് പറഞ്ഞാൽ അവൻ പേടിച്ച് ഭയപ്പെട്ട് അവനെ നാശത്തിന്റെ വഴിയിലേക്ക് മറ്റേ ആത്മാവ് കൊണ്ടുപോകും അവനിലുള്ളത്. ആദ്യം അവനിൽ കുടികൊള്ളുന്ന തെറ്റായ നടപടിക്രമങ്ങളിലൂടെ വസിക്കുന്ന ആത്മാവിനെ പുറത്തു കളയുന്നതിനും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിക്ഷേപിക്കപ്പെടുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ട് വേണം ദൈവാത്മാവിൽ അവന് കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന് നമുക്ക് വ്യക്തത കിട്ടിയാലേ അത് വെളിപ്പെടുത്താവുള്ളൂ. ഇല്ലെങ്കിൽ അത് മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരും. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനമുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ തകർച്ചയ്ക്ക് കാരണമാകുന്നതാണ് എന്ന വ്യക്തിക്ക് വ്യക്തത കിട്ടിയാൽ ഒരു കാരണവശാലും അത് വെളിപ്പെടുത്തി കൊടുക്കാൻ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിലൂടെ ഒരു തകർച്ച ആ വ്യക്തിക്കോ കുടുംബത്തിനോ വരികയില്ലെന്ന് കണ്ടാൽ മാത്രമേ അത് പറയുള്ളൂ. ഇതല്ല എങ്കിൽ കൃപയുള്ള മനുഷ്യനാണെങ്കിൽ ആ സാന്നിധ്യത്തെ ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവന് ഒഴിവാക്കാനുള്ള കൃപ കാണും, അതിലത് ഒഴിവാക്കപ്പെടും. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തിയോ സമൂഹമോ ആണെങ്കിലും അവരിൽ പൂർണ്ണതയുണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും അവൻ തിരിച്ചു വരാനും അവനിൽ വലിയ പ്രേരണ ഉണ്ടാകാനോ നാശത്തിന് കാരണമായി തീരാനും കാരണമാവും. അതുകൊണ്ട് ആത്മാവ് എന്താണെന്ന് ഈ വചനത്തിൽ ഓരോരുത്തരും വായിച്ചു നോക്കിയിട്ട് വിവേചിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.